2016 മെയ് മാസം 27 ഹരിയാനയിലെ യമുന നഗർ എന്ന സിറ്റിയിൽ സമയം രാവിലെ 6:30 ആകാറായി. 70 വയസ്സുള്ള ഡോക്ടർ ഭദ്ര വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി നടക്കാൻ പോകാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം തന്റെ ജീവിതത്തെ തന്നെ തലകീഴാക്കി മാറ്റാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ റിംഗ് ആകാൻ തുടങ്ങി. ആരാണ് ഈ രാവിലെ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. അടുത്ത സെക്കൻഡ് തന്നെ അദ്ദേഹത്തിന്റെ മുഖമാകെ മാറാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറാൻ തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ ശരി ഞാൻ ഉടനെ വരുന്നു എന്നും പറഞ്ഞ് വളരെ വേഗത്തിൽ വീടിനുള്ളിലേക്ക് പോയി. മെഡിക്കൽ കിറ്റും കാറിന്റെ താക്കോലും എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ പുറത്തേക്ക് വന്നു. അടുത്ത 5 മിനിറ്റിൽ അതേ യമുന നഗറിലെ മറ്റൊരു തെരുവിലെ ഒരു വീടിന് മുൻപിൽ വന്ന് ആ കാറ് നിന്നു. അദ്ദേഹത്തിന്റെ മെഡിക്കൽ കിറ്റും എടുത്തുകൊണ്ട് അദ്ദേഹം വേഗം ആ വീടിനുള്ളിലേക്ക് കയറി. 35 വയസ്സുള്ള ഒരു സ്ത്രീ ആ ഹാളിൽ ഇരുന്ന് കരയുന്നത് കണ്ടു. അവർക്ക് ചുറ്റുമായി ഒരു 10ഓളം അയൽവാസികൾ നിൽക്കുന്നുണ്ട്. വളരെ സങ്കടത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. എന്ത് പറ്റി, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെയായിരുന്നു അവരുടെ സംസാരം. ഇത് കണ്ട ഡോക്ടർ അങ്ങനെ ആ കിടപ്പുമുറിയിലേക്ക് പോയി. 40 വയസ്സുള്ള ഒരാൾ കിടക്കയിൽ അനങ്ങാതെ കിടക്കുന്നുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം തന്റെ സ്റ്റെതസ്കോപ്പ് എടുത്ത് ഹൃദയമിടിപ്പ് പരിശോധിച്ചു. മെഡിക്കൽ കിറ്റിൽ നിന്ന് ഒരു മിനി ടോർച്ച് എടുത്ത് കണ്ണുകൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറയാൻ തുടങ്ങി. കാരണം അവിടെ കിടക്കുന്നത് മറ്റാരും അല്ല, അദ്ദേഹത്തിന്റെ ഏക മകനായ യോഗേഷ് ഭദ്രയാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ മകൻ മരിച്ചു എന്നത് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ പോലും ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. ഉടൻ തന്നെ അദ്ദേഹം യോഗേഷിനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവനെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, അവൻ ഇതിനകം തന്നെ മരിച്ചു. ഹൃദയാഘാതമാണ് കാരണമെന്നും സ്ഥിരീകരിച്ചു. ഇക്കാര്യം അറിഞ്ഞ യോഗേഷിന്റെ മാതാപിതാക്കൾ, ഭാര്യ, 2 മക്കൾ എല്ലാവരും കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. അതേ സങ്കടത്തോടു കൂടി തന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇപ്പൊ യോഗേഷിന്റെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ കരഞ്ഞു തളർന്ന് ഒരല്പം ശാന്തമായെങ്കിൽ പോലും യോഗേഷിന്റെ ഭാര്യയായ പ്രിയങ്ക അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. അതിനാൽ യോഗേഷിന്റെ മാതാപിതാക്കൾ ചിന്തിച്ചത് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു 10 ദിവസം അവിടെ തന്നെ താമസിക്കാം എന്ന്. കുറച്ച് ദിവസത്തിനു ശേഷം പ്രിയങ്ക സാധാരണ നിലയിലേക്കായപ്പോൾ യോഗേഷിന്റെ മാതാപിതാക്കൾ അവരുടെ വീട്ടിലേക്കും പോയി. എന്നാൽ അതുപോലെ തന്നെ അവിശ്വസനീയമായ ഒരു കാര്യവും അവിടെ സംഭവിച്ചു. മരിച്ചു എന്നവർ ചിന്തിച്ച യോഗേഷ് മാതാപിതാക്കളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. വാതിലിനടുത്ത് യോഗേഷിനെ കണ്ടപ്പോൾ അവന്റെ അമ്മ ഞെട്ടി വിറച്ചു. മാത്രമല്ല, യോഗേഷ് അമ്മയോട് ഒരു പ്രധാനപ്പെട്ട വിവരവും പറഞ്ഞു. അതായത്, ഞാൻ ഹാർട്ട് അറ്റാക്ക് മൂലമല്ല മരിച്ചത്, എൻ്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തണം, ഇതായിരുന്നു പറഞ്ഞത്. നിങ്ങൾക്കിപ്പോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇത് യഥാർത്ഥം അല്ല. ഇത് യോഗേഷിന്റെ അമ്മയ്ക്ക് വന്ന ഒരു സ്വപ്നം മാത്രമാണ്. പക്ഷെ ഈ സ്വപ്നമായിരുന്നു ഈ കേസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റായി മാറിയത്. ഇതൊരു സാധാരണ സ്വപ്നം അല്ല. ആ സ്വപ്നത്തിനുള്ളിലെ സന്ദേശം അതായിരുന്നു യോഗേഷിന്റെ മരണത്തിന് പുറകിലുള്ള സത്യം കണ്ടെത്താനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റായി മാറിയത്. അതെ, അങ്ങനെ ഒരു സ്വപ്നത്തിൽ നിന്നും ആരംഭിച്ച വടക്കേ ഇന്ത്യയിൽ മുഴുവനും സെൻസേഷനായ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ സ്വപ്നം അത് ഒറ്റ ദിവസത്തിൽ അവസാനിച്ചില്ല. അതേ സ്വപ്നം തന്നെ തുടർന്ന് അടുത്ത ദിവസവും വന്നു. അതേ മുഖം, അതേ അവസ്ഥ, അതേ വാക്കുകൾ. ഇപ്പൊ അവന്റെ അമ്മ ഇതിന് പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. യോഗേഷിന്റെ അച്ഛനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇത് കേട്ട് യോഗേഷിന്റെ അച്ഛൻ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ വല്ലാത്ത ദുഃഖത്തിലാണ്, നമ്മെക്കൊണ്ട് നമ്മുടെ മകന്റെ മരണം അംഗീകരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഉപബോധ മനസ്സിലുള്ള ചിന്തകളെല്ലാം സ്വപ്നമായി വന്നത് എന്നും പറഞ്ഞ് ഭാര്യ ആശ്വസിപ്പിച്ചു. പക്ഷേ അമ്മയ്ക്ക് ആ വിശദീകരണം ഒന്നും അംഗീകരിക്കാൻ സാധിച്ചില്ല. നമ്മുടെ മകൻ ആരോഗ്യവാനായിരുന്നു, അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം പോലും അവൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഹൃദയാഘാതം അതെങ്ങനെ സംഭവിക്കും? ഇത് എനിക്കൊരു സാധാരണ കാര്യമായി തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതെനിക്ക് സാധാരണ കാര്യമായി തോന്നുന്നില്ല എന്ന് ആ അമ്മ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ സ്വപ്നം ഒരു ദിവസം വന്നിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ 2 ദിവസം തുടർച്ചയായി ഒരേ സ്വപ്നം കണ്ടു. അതിനാൽ തീർച്ചയായും ആ സ്വപ്നത്തിൽ ഒരർത്ഥമുണ്ട്. അതുകൊണ്ട് ആ സ്വപ്നം അവഗണിക്കരുത് എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. ഇത് കേട്ട യോഗേഷിന്റെ അച്ഛൻ, അദ്ദേഹം ഒരു ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തിനും ഒരു സംശയം തോന്നാൻ തുടങ്ങി. യോഗേഷിന്റെ ആത്മാവ് സ്വപ്നത്തിൽ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടാകുമോ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി.
അതോടൊപ്പം രണ്ടാമതും ഒരു ചിന്ത വന്നു. അങ്ങനെയാണെങ്കിൽ യോഗേഷിന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കുമോ? അതിൽ അവൻ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നിരിക്കുമോ? ഇങ്ങനെ മനസ്സിൽ തന്നെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ മരുമകളായ പ്രിയങ്കയ്ക്ക് അറിയാം. യോഗേഷിന്റെ ഭാര്യയായ പ്രിയങ്കയ്ക്ക് തീർച്ചയായും അറിയാമായിരിക്കും. അതിനാൽ അവർ ഇരുവരും നേരിട്ട് പ്രിയങ്കയെ കണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം പ്രിയങ്കയെ കാണാനായി യോഗേഷിന്റെ മാതാപിതാക്കൾ പ്രിയങ്കയുടെ വീട്ടിലേക്ക് ചെന്നു. എന്നാൽ അവർക്ക് ഒട്ടും വിശ്വാസം വരാത്ത അപ്രതീക്ഷിതമായ ഒരു കാര്യമായിരുന്നു അവർ അവിടെ കണ്ടത്. അവരുടെ മരുമകളായ പ്രിയങ്ക തന്റെ ഭർത്താവിന്റെ മരണത്തിൽ ഒട്ടും പോലും സങ്കടമില്ലാതെ സോഫയിലിരുന്ന് വിശ്രമിച്ച് സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് ഹോം തിയേറ്ററിൽ ഫുൾ സൗണ്ടിൽ ഒരു ഇംഗ്ലീഷ് മൂവി കാണുകയായിരുന്നു. ഇതവർക്ക് വളരെ വിചിത്രമായി തോന്നി. അതിനുശേഷം അവർ അവളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ആ ടോൺ, ബോഡി ലാംഗ്വേജ് ഇവയെല്ലാം മറ്റൊരു വ്യക്തിയെ പോലെയായിരുന്നു. സ്വന്തം ഭർത്താവ് അല്ല മരിച്ചത്, മറ്റേതോ വ്യക്തിയാണ് മരിച്ചത്, ആ ഒരു രീതിയിലായിരുന്നു. കൂടാതെ യോഗേഷ് നടത്തിക്കൊണ്ടുവന്ന പ്ലൈവുഡ് ബിസിനസ് ഇപ്പോൾ എൻ്റെ പേരിലേക്ക് മാറ്റാൻ പോവുകയാണ്. രേഖകളെല്ലാം പ്രോസസ്സിലാണ്. കൂടാതെ എനിക്ക് മക്കളെ നോക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടൊരു റെസിഡൻഷ്യൽ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അടുത്ത മാസം ഞാൻ അവരെ അവിടെ കൊണ്ടാക്കും എന്ന് ഒരല്പം പോലും സങ്കടമില്ലാതെ അവൾ സംസാരിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അവൾ പറഞ്ഞ ആ ഒരു പദ്ധതി അടുത്ത ഒരു മാസത്തിൽ തന്നെ നടപ്പിലാക്കുകയും ചെയ്തു. ഇതെല്ലാം ശ്രദ്ധിച്ച യോഗേഷിന്റെ മാതാപിതാക്കൾ പ്രിയങ്കയെ തന്നെ സംശയിക്കാൻ തുടങ്ങി. അപ്പോ യോഗേഷിന്റെ അച്ഛൻ തന്റെ മകൻ യോഗേഷിന്റെ മരണത്തിൽ തങ്ങൾക്ക് പ്രിയങ്കയെ സംശയമുണ്ടെന്ന രീതിയിൽ പോലീസിൽ ചെന്ന് ഒരു പരാതിയും നൽകി. കംപ്ലൈന്റ് വാങ്ങിയ പോലീസ് യോഗേഷിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് നിങ്ങൾ അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതിലൂടെ നമുക്ക് എന്തെങ്കിലും സൂചന ലഭിക്കുമായിരുന്നു. ഇപ്പോ യാതൊരു തെളിവുമില്ലാതെ പ്രിയങ്കയ്ക്കെതിരെ എങ്ങനെ നടപടിയെടുക്കാൻ കഴിയും എന്നവർ ചോദിച്ചു. യോഗേഷിന്റെ അച്ഛന് അവർ പറയുന്നത് ശരിയാണെന്ന് അറിയാമെങ്കിലും ഇതിനകം സംഭവിച്ച കാര്യങ്ങൾ പറയുന്നതിൽ യാതൊരു പ്രയോജനവും ഇല്ലല്ലോ. അതുകൊണ്ട് പ്രിയങ്കയുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അതിൽ നിന്നും ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ലീഡ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പോലീസ് പ്രിയങ്കയെ അവൾ അറിയാതെ നിരീക്ഷിക്കാൻ തുടങ്ങി. അതിന് മഫ്തിയിൽ ഒരു പോലീസിനെയും നിയമിച്ചു. എന്നാൽ ഒരാഴ്ചയായി പ്രിയങ്കയെ വാച്ച് ചെയ്ത ആ പോലീസ് അവളുടെ പ്രവർത്തനങ്ങളിൽ ഏതൊരു സംശയവും ഇല്ല എന്ന് ഒരു റിപ്പോർട്ട് നൽകി. അതുകൊണ്ട് പോലീസിന് വീണ്ടും ഈ കേസിൽ താല്പര്യം കാണിക്കാൻ തോന്നിയില്ല. ഇത് മനസ്സിലാക്കിയ യോഗേഷിന്റെ അച്ഛൻ ഇനി ഈ കേസിൽ പോലീസിനെ വിശ്വസിച്ച് ഏതൊരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം സ്വന്തമായി ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയെ സമീപിച്ചു. അവരോടും പ്രിയങ്കയെ വാച്ച് ചെയ്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ 2 ഡിറ്റക്റ്റീവ്സ് പ്രിയങ്കയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവൾ പതിവ് പോലെ ജിമ്മിൽ പോവുകയും അതിനുശേഷം പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ രാത്രി ഉറങ്ങാനായി വീട്ടിലേക്ക് വരുന്നു. ഇത് അവളുടെ ദൈനംദിന ദിനചര്യയാണെന്നും ശ്രദ്ധിച്ചു. ഇതുപോലെ 2 ആഴ്ച അവളുടെ പ്രവർത്തനങ്ങളിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു. തുടർന്ന് പ്രിയങ്കയെക്കുറിച്ച് സംശയാസ്പദമായി ഒന്നും തന്നെ നമുക്ക് ലഭിച്ചില്ലല്ലോ എന്ന് ആ ഡിറ്റക്ടീവ്സ് പോലും ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ പ്രതീക്ഷിച്ച ആ ദിവസം പ്രിയങ്ക തന്റെ കാറുമായി ചണ്ഡീഗറിലെ ഒരു പബ്ബിലേക്ക് പോയി. അവളെ പിന്തുടർന്നുകൊണ്ട് പബ്ബിലേക്ക് പോയ ഡിറ്റക്ടീവ്സ് പ്രിയങ്ക 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോടൊപ്പം ചേർന്ന് ആ പബ്ബിൽ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു, മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവനുമായി വളരെ അടുപ്പത്തിലായിരുന്നു. അവർ അറിയാതെ തന്നെ ഡിറ്റക്ടീവ്സ് അവരെ ഫോട്ടോ എടുക്കാനും തുടങ്ങി. കൂടാതെ അവർ രണ്ടുപേരും രാത്രി ആ ഹോട്ടലിൽ തന്നെ താമസിക്കുകയും ചെയ്തു. ആ 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയാനായി വീണ്ടും ഡിറ്റക്ടീവ്സ് അവരെ പിന്തുടർന്നു. പ്രിയങ്ക പോയ ജിമ്മിലെ ട്രെയിനറാണ് അയാളെന്ന് ഡിറ്റക്ടീവ്സ് അവസാനം കണ്ടെത്തി. ഉടനെ തന്നെ പ്രിയങ്ക പോകുന്ന ജിമ്മിൽ ചെന്ന് അന്വേഷിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായ ഒരു വിവരം അവർക്ക് ലഭിച്ചു. അതെ, അവന്റെ പേര് രോഹിത് എന്നാണ്. പക്ഷേ ഒരു 2 മാസത്തിന് മുൻപ് തന്നെ അയാൾ ഈ ജോലി ഉപേക്ഷിച്ചു. അയാൾ ഇപ്പൊ ഇവിടെ ജോലിക്ക് വരുന്നില്ല എന്ന് ഇപ്പോഴത്തെ ആ ഒരു ജിം ട്രെയിനർ പറഞ്ഞു. ഇത് കേട്ട ഡിറ്റക്ടീവ്സ് വളരെ കൗതുകത്തോടുകൂടി അവൻ റിസൈൻ ചെയ്ത ആ ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, യോഗേഷ് മരിച്ച അടുത്ത ആഴ്ച തന്നെയാണ് അവൻ റിസൈൻ ചെയ്തത്. ഇതോടുകൂടിയും അവസാനിച്ചില്ല. അവന്റെ റീസെന്റ് ആക്ടിവിറ്റീസ് എല്ലാം ട്രേസ് ചെയ്യാൻ തുടങ്ങി. ജിം ട്രെയിനറായ രോഹിത്തിന്റെ പക്കൽ ഒരു പ്രീമിയം കാർ ഉണ്ടായിരുന്നു. ആ പ്രീമിയം കാർ പ്രിയങ്കയായിരുന്നു രോഹിത്തിന് വേണ്ടി വാങ്ങിക്കൊടുത്തത്, അതും ഫുൾ പേയ്മെന്റ് കൊടുത്ത്. ഇതിനുശേഷം രോഹിത് പ്രിയങ്കയുടെ ഫുൾ കോൾ ഹിസ്റ്ററി എല്ലാം ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ വിചാരിച്ചതുപോലെ തന്നെ ആ പ്രധാനപ്പെട്ട ഒരു എവിഡൻസും ലഭിച്ചു. സംഭവം നടന്ന അന്നത്തെ ദിവസം, അതായത് യോഗേഷ് മരിച്ച അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു 7 മണി മുതൽ രാത്രി 11:30 വരെയും പ്രിയങ്കയും രോഹിത്തും 40-ലേറെ തവണ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അതേ ദിവസം രോഹിത് വീണ്ടും 2 പേർക്ക് 15-ലേറെ തവണ ഫോൺ വിളിച്ചു. ഇവയ്ക്കെല്ലാം അപ്പുറം അന്നത്തെ ദിവസം രാത്രി 12:30 മുതൽ 2 മണി വരെയും പ്രിയങ്ക, രോഹിത് കൂടാതെ മറ്റ് 2 ഫോൺ സിഗ്നൽസ്, ഇതെല്ലാം യോഗേഷിന്റെ വീടിന്റെ അതേ ടവർ റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ ഈ വിവരങ്ങൾ എല്ലാം ലോക്കൽ പോലീസിന് നൽകുന്നതിന് പകരം
യോഗേഷിന്റെ പിതാവ് ഹരിയാന DGPയെ കണ്ട് എല്ലാ തെളിവുകളും സമർപ്പിച്ചു. അങ്ങനെ സ്വപ്നത്തിൽ തുടങ്ങിയ ഈ ഒരു കേസ് DGPയുടെ ടേബിളിൽ തെളിവായി വന്ന് നിൽക്കുകയാണ്. 2017 മാർച്ച് മാസം 21-ന് പ്രിയങ്ക, രോഹിത് ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. തെളിവുകൾ കയ്യിൽ വെച്ചുകൊണ്ട് പോലീസ് ചോദിച്ച ഏതൊരു ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയാതെ അവർ വിറയ്ക്കാൻ തുടങ്ങി. അല്പസമയത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും തുടങ്ങി. പ്രിയങ്ക, യോഗേഷ് രണ്ടുപേരും കോളേജ് കാലം മുതലേ പ്രണയത്തിലായിരുന്നു. പിന്നീട് വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം യാതൊരു പ്രശ്നവും ഇല്ലാതെ സന്തോഷകരമായി പോവുകയായിരുന്നു. എന്നാൽ ഈ സന്തോഷം എല്ലാം പ്രിയങ്ക പോകുന്ന ജിമ്മിൽ ട്രെയിനറായി രോഹിത് വരുന്നത് വരെ മാത്രമായിരുന്നു. അന്നു മുതൽ അവരുടെ ജീവിതത്തിന്റെ ദിശ മാറാൻ തുടങ്ങി. രോഹിത് വന്നതിന് ശേഷം പ്രിയങ്ക അയാളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവർക്കിടയിൽ തന്നെ ഒരു അഫെയർ ഉണ്ടാകാൻ തുടങ്ങി. ഇക്കാര്യങ്ങളൊന്നും യോഗേഷിന് അറിയില്ലായിരുന്നു. ഈ സമയം രോഹിത് തനിക്ക് പണം ആവശ്യമാണെന്നും പറഞ്ഞ് ഇടയ്ക്കിടെ പ്രിയങ്കയുടെ സഹായം ചോദിക്കാൻ തുടങ്ങി. പ്രിയങ്കയും യോഗേഷ് അറിയാതെ പണം ഒരുപാട് രോഹിത്തിന് കൊടുത്തു. പക്ഷെ ഒരു ഘട്ടത്തിന് ശേഷം ഇത് മറ്റൊരു രീതിയിലേക്ക് മാറാൻ തുടങ്ങി. ഒരു ദിവസം രോഹിത് വന്നിട്ട്, എനിക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല, ലക്ഷക്കണക്കിന് കടബാധ്യതയുണ്ട്, ഒരു ജിം വയ്ക്കാൻ പണം ഉണ്ടെങ്കിൽ ഈ കടമെല്ലാം സെറ്റിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പ്രിയങ്കയോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയായിരുന്നു. ഈ സമയം എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച പ്രിയങ്ക, ഈ ഒരു അഫെയറിൽ അവളുടെ മനസ്സ് തന്നെ നഷ്ടപ്പെട്ട പ്രിയങ്കയ്ക്ക് വളരെ ക്രൂരമായ ഒരു ചിന്ത വരാൻ തുടങ്ങി. രോഹിത്തിന്റെ കടങ്ങൾ തീർക്കാൻ മാത്രമല്ല, രോഹിത്തിനൊപ്പം ജീവിക്കാനും അവൾ തീരുമാനിച്ചു. അതിന് തടസ്സമായി നിൽക്കുന്ന യോഗേഷിനെ കൊല്ലണം. അതായിരുന്നു അവളുടെ ക്രൂരമായൊരു പദ്ധതി. അവൾ ഈ പദ്ധതിയെക്കുറിച്ച് രോഹിത്തിനോടും പറഞ്ഞു. പക്ഷെ അവൻ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ അതിന് ശരിയെന്നും പറഞ്ഞു. പിന്നീട് രോഹിത് ഇക്കാര്യം ചെയ്യാൻ തനിക്ക് അറിയാവുന്ന രണ്ടുപേരെ കൂടെ ചേർത്തു. ഒരാൾ സതീഷ്, രോഹിത്തിന് കടം നൽകിയവൻ. മറ്റൊരാളുടെ പേര് സോനു, രോഹിത്തിന്റെ തന്നെ സുഹൃത്താണ്. അവൻ ആശുപത്രിയിൽ കമ്പൗണ്ടറായി ജോലി ചെയ്യുകയാണ്. ഈ 3 പേരും സംഭവം നടന്ന അന്നത്തെ ദിവസം ആരും അറിയാതെ യോഗേഷിന്റെ വീടിന്റെ പിൻവാതിൽ വഴി അകത്തേക്ക് വരുന്നു. ആ സമയത്ത് യോഗേഷ് തന്റെ ബെഡ്റൂമിൽ നന്നായി ഉറങ്ങുകയായിരുന്നു. അവിടെയായിരുന്നു ഇവരുടെ ഈ പദ്ധതി ആക്ടിവേറ്റ് ആകുന്നത്. സോനു അവൻ കൊണ്ടുവന്ന മയക്കുമരുന്നെടുത്ത് യോഗേഷിന് ഇഞ്ചക്ട് ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ യോഗേഷിന് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. തൊട്ടടുത്ത് കണ്ടുകൊണ്ട് നിന്ന രോഹിത് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന പില്ലോ എടുത്ത് യോഗേഷിന്റെ മുഖത്ത് വെച്ച് അമർത്താൻ തുടങ്ങി. ഈ സമയം പ്രിയങ്ക, സതീഷ്, സോനു 3 പേരും യോഗേഷിന്റെ കൈകളും കാലുകളും പിടിച്ചു വെച്ചു. അടുത്ത കുറച്ച് മിനിറ്റിൽ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ, ഇതിനെല്ലാം ഉത്തരവാദി തന്റെ ഭാര്യയാണെന്ന് അറിയാതെ ശ്വാസം മുട്ടി അദ്ദേഹം മരിച്ചു. പിന്നീട് പ്രിയങ്ക വളരെ സാവധാനം ആ 3 പേരെയും 3 സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് അന്നത്തെ രാത്രി തിരികെ എത്തി. ഇവയെല്ലാം അവിടെ ഉണ്ടായിരുന്ന CCTVയിലും റെക്കോർഡായിരുന്നു. കൂടാതെ ആ വീട്ടിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കാനായി ആ വീടിന്റെ തറ പൂർണ്ണമായും തുടച്ചു വൃത്തിയാക്കി. അടുത്ത ദിവസം രാവിലെ ഒരു 6 മണിയോടുകൂടി വീടിനുള്ളിൽ നിന്നും വലിയൊരു ഒച്ച കേട്ടു. ആ ശബ്ദം കേട്ട ഉടനെ തൊട്ടടുത്തുണ്ടായിരുന്ന അയൽവാസികളെല്ലാം ആ വീട്ടിലേക്ക് ഓടിയെത്തി. പിന്നീടാണ് പ്രിയങ്ക അവളുടെ അഭിനയം ആരംഭിച്ചത്. മരിച്ചുപോയ യോഗേഷിന്റെ അച്ഛനെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു. ഇതാണ് നമ്മൾ ആമുഖത്തിൽ കണ്ടത്. ഈ കേസ് അന്വേഷിച്ച കോടതി 2021 ഓഗസ്റ്റ് മാസം 6-ന് ഈ 3 പേർക്കും ജീവപര്യന്തം തടവ് വിധിച്ചു. ഈ കേസ് ശ്രദ്ധിച്ചു കേട്ടവർക്ക് മനസ്സിലാകും, ഈ കേസിലൊരു വിഡ്ഢിയുണ്ട്. ആ വിഡ്ഢി അത് പ്രിയങ്ക തന്നെയാണ്. കാരണം നല്ലൊരു ബിസിനസ് ഓണറുടെ ഭാര്യ, കോടീശ്വരിയായ സ്ത്രീ, ഇങ്ങനെയായിരുന്നു അവൾ ജീവിച്ചത്. പക്ഷെ ഒരു അഫെയറിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ തന്നെ കൊല്ലുകയും ഇപ്പോൾ ജയിലിൽ തന്നെ കഴിയേണ്ട അവസ്ഥ. അവളെ അപ്പം നമുക്ക് വിഡ്ഢി എന്നല്ലേ പറയാൻ സാധിക്കൂ. കൂടെ തന്നെ യോഗേഷിന്റെ അമ്മയ്ക്കുണ്ടായ ആ ഒരു സ്വപ്നം അത് യാദൃശികമാണെങ്കിൽ കൂടിയും ഈ ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏതൊരു മാറ്റവുമില്ല. കൂടാതെ ഈ കേസിൽ അവസാനം വരെയും സത്യം കണ്ടുപിടിക്കാൻ പ്രയത്നിച്ച 70 വയസ്സുള്ള യോഗേഷിന്റെ അച്ഛനെയും അദ്ദേഹത്തിന്റെ ആ ഒരു കഠിനാധ്വാനത്തെയും പരിശ്രമത്തെയും നമ്മൾ തീർച്ചയായും അഭിനന്ദിച്ചേ മതിയാകും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.